ഈ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി അനുകൂലമായ ഒരു ചാനൽ നിലവിളിക്കുകയാണ്. കാരണം ഈ തിരുവനന്തപുരത്ത് ക്രിസ്ത്യൻ മാനേജ്മെന്റിന് കീഴിലുള്ള കോളേജിൽ RSSന്റെ ക്യാമ്പ് നടക്കുന്നു എന്നാണ് അവർ നിലവിളിക്കുന്നത്. എന്താ RSS അതിന് ക്യാമ്പ് നടത്താൻ പാടില്ല? അതൊരു നിരോധിത സംഘടനയാണോ? ഏതോ ഇസ്ലാമിക രാജ്യമാണ് ഇന്ത്യ എന്നാണ് ആ മീഡിയ വണ്ണിലാണെന്ന് തോന്നിയത് വന്നത്. അവർ കരുതിയിട്ടുണ്ടാവണം. ആയിക്കഴിഞ്ഞു. 2047 അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആ രാജ്യം ആയിക്കഴിഞ്ഞു. കേരളം ആയിട്ടില്ല കേട്ടോ. മീഡിയ വണ്ണെ കുറച്ചുകൂടെ ഒന്ന് ക്ഷമിക്കൂ. നിങ്ങൾ തൽക്കാലം ആയിക്കഴിഞ്ഞിട്ടില്ല. എന്താ നിങ്ങൾക്ക് പ്രശ്നം? ഇത് മാറിവാനിയസ് കോളേജിലാണ് നടത്തുന്നത്, അല്ലാതെ ഇത് മഹാരാജാസ് കോളേജിലല്ല നടക്കുന്നത്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കോളേജിലും അല്ല കേട്ടോ നടക്കുന്നത്. മാറിവാനിയസ് കോളേജ് എന്ത് നടത്തണമെന്നുള്ള അവർ തീരുമാനിച്ചോളും. മീഡിയ വണ്ണിൻ്റെ ഓഫീസിലിരുന്ന് തീരുമാനിക്കേണ്ട കാര്യമില്ല. സുരേഷ് ഗോപി എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ അവിടെ എഡിറ്റോറിയൽ ബോർഡ് ഓഫീസിലിരുന്ന് തീരുമാനിക്കുന്നത് പോലെ തീരുമാനിക്കേണ്ട ആവശ്യം മാറിവാനിയസ് കോളേജിലില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. നിങ്ങളതിനെ എത്ര വലിയ ഇഷ്യൂ ആക്കാൻ ശ്രമിച്ചാലും ഒരു ഇഷ്യൂ ആകാൻ പോകുന്നുമില്ല. പുല്ല്, അതിൻ്റെ ഗ്രൗണ്ടിൽ ധാരാളം പുല്ലുണ്ട്. ആ പുല്ലിൻ്റെ വില പോലും ഇങ്ങനെയുള്ള വാർത്തകൾക്ക് ഉണ്ടാവില്ല. വെറുതെ അതെ വെറുതെ വിഡ്ഢികൾ, അതെ വലിയ പ്രശ്നമാണ്. വെറുതെ വിഡ്ഢികളാവാതിരിക്കാൻ നോക്കി. ഈ സമയത്ത് വാസ്തവത്തിൽ ആനുഷംഗികമായി പറഞ്ഞാൽ ഈ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിൽ അടുക്കുന്നതും BJP അതുപോലെ തന്നെ കാത്തലിക് മൂവ്മെൻറ്റും തമ്മിൽ അടക്കുന്നതും വലിയ പ്രശ്നമായിട്ടുണ്ട് മാധ്യമങ്ങൾക്കൊക്കെ. അതിനുവേണ്ടി വാദിക്കുന്നവരെയൊക്കെ വഴക്ക് അവരുടെ ചീത്ത വിളിക്കുക മാധ്യമങ്ങളുടെ ആങ്കർമാർ. സഹിക്കുന്നില്ല, പല്ല് ഞെരിച്ചാണ്. രണ്ടുപേര് തമ്മിൽ അടിയുണ്ടാക്കി പിരിയുകയാണെങ്കിൽ അവർക്ക് വലിയ സന്തോഷം. അതുകൊണ്ടാണ് ഒറീസയിലെ മിഷണറി ഒരു ആദിവാസി അവരെ കൊന്നു എന്നുള്ളത് അത് വലിയൊരു സംഭവമായിട്ട് അങ്ങ് ആഘോഷിക്കുന്നുണ്ട് മാധ്യമങ്ങൾ. അതേസമയം ക്രിസ്ത്യൻ ഹാൻസ് എന്ന് പറയുന്ന പത്രപ്രവർത്തകനെ ഭീകരവാദികൾ കാശ്മീർ താഴ്വരയിലിട്ട് കൊന്നു. അദ്ദേഹത്തിൻ്റെ 3 പത്രപ്രവർത്തകരെയും. ഏതൊരാളെങ്കിലും അതിൻ്റെ വാർഷികം ആഘോഷിക്കുന്നുണ്ടോ? അതിനെപ്പറ്റി പിന്നെ പരാമർശിച്ചിട്ടുണ്ടോ? ക്രൂരമായിട്ട് കഴുത്തറുത്ത് കൊള്ളുകയായിരുന്നു വെടിയുണ്ട ലാഭിക്കാൻ വേണ്ടി. നിങ്ങൾ പത്രപ്രവർത്തകരാണല്ലോ. ഒരു സഹപത്രപ്രവർത്തകൻ കൊല്ലപ്പെട്ടത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങളിൽ എത്ര പേർക്ക് അത് ഓർമ്മയുണ്ട്? അറിയാം വിവരക്കേടുകളും വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. ഒറീസയിൽ നടന്നതിനെ കുറിച്ച് ഇങ്ങനെ വാചാലമാകുന്നു നിങ്ങൾ. അതെ, അവിടുത്തെ ഒരു ആദിവാസി ചെയ്ത ഒരു അപരാധം. അദ്ദേഹത്തിന് അറിവ് അത്രയേ ഉള്ളായിരുന്നു. അദ്ദേഹത്തെ ശിക്ഷിക്കുകയും ചെയ്തല്ലോ. ശിക്ഷ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സംസ്കാരത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റമാണെന്ന് വിചാരിക്കുമ്പോൾ ആദിവാസികൾ എന്നും ഉണർന്നിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ വന്നപ്പോഴും ഉണർന്നിട്ടുണ്ട്. ബിർസ മുണ്ടയൊക്കെ അതിൻ്റെ പ്രതീകമാണ്. അത് നിങ്ങൾക്കറിയോ? ബിർസ മുണ്ട എന്താണെന്ന് നിങ്ങൾക്കറിയോ? അങ്ങനെ ചെയ്ത ഒരു കാര്യമാണത്. അല്ലാതെ ആരും ആസൂത്രിതമായിട്ട് ചെയ്ത കാര്യങ്ങളൊന്നും അല്ലാതെ. അങ്ങനെ ലക്ഷ്യങ്ങളുമില്ല. അത് പരിവർത്തനം പണം കൊടുത്ത് പാടില്ല എന്നുള്ളത് നിയമം തന്നെയാണ്. മതപരിവർത്തനം പല സംസ്ഥാനങ്ങളും തടഞ്ഞിട്ടുമുണ്ട്. പരിവർത്തനം നടന്നാൽ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമെന്ന് അറിയാവുന്നത് കൊണ്ടാണത്. ആ കോൺഫ്ലിക്റ്റിന് ഇടയാക്കാതിരിക്കേണ്ടത് ഈ പരിവർത്തനം മാത്രം ലക്ഷ്യമായിട്ട് വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം. അല്പസമയം മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ മാധ്യമങ്ങൾ നിലവിളിക്കുകയാണ്. കാരണം കേരളത്തിൽ ഇവിടെ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും രാജീവ് ചന്ദ്രശേഖറും അടക്കമുള്ളവർ പള്ളിയിൽ പോകുന്നു. അങ്ങ് ബംഗ്ലാദേശ് മധ്യപ്രദേശിൽ കണ്ടില്ലേ, ഗുജറാത്തിൽ കണ്ടില്ലേ, ഒറീസയിൽ കണ്ടില്ലേ, ഡൽഹിയിൽ കണ്ടില്ലേ? അവിടെയെല്ലാം ക്രൈസ്തവർ അക്രമത്തിന് ഇരയാകുകയാണ്, അവരെ വേട്ടയാടുകയാണ്. എന്നിട്ടും കേരളത്തിലെ ക്രൈസ്തവർ എന്തുകൊണ്ടാണ് BJPയെ പിന്തുണക്കുന്ന എന്ന നിലവിളിയാണ് നാം മാധ്യമങ്ങളിൽ കാണുന്നത്. രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യം കൊണ്ട് BJPക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവുമെങ്കിൽ ഇവർക്ക് സഹിക്കില്ല. തല്ലിപ്പിരിക്കാൻ പരമാവധി നോക്കും. പണ്ടിങ്ങനെ ആയിരുന്നു. NSSും SNDPയും തമ്മിൽ ഒരു ഐക്യം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ സഹിക്കുന്നില്ല. അതുകൊണ്ട് BJPക്ക് നേട്ടം ഉണ്ടാകും, ഹിന്ദു സമൂഹത്തിന് നേട്ടം ഉണ്ടാകുമെന്ന് കണ്ടാൽ ഇവർ ശരിക്കും കലമുടച്ച് പിണ്ടം വയ്ക്കുന്ന ആൾക്കാരാണ്. അതാണിപ്പോൾ അങ്ങനെ ഒരു ശ്രമം, പരിഹാസ്യമായ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം മാറിവാനിയസ് കോളേജ് എന്ന് പറഞ്ഞൊരു ഓട്ടോണമസ് കോളേജ്, ഒരു സ്വകാര്യ കോളേജ്, അവൻ്റെ ഗ്രൗണ്ട് ആർക്ക് കൊടുക്കണ്ടെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള ഓട്ടോണമയ്ക്ക് അധികാരം, സ്വയംഭരണ അധികാരം ആ കോളേജിന് തന്നെയാണ്. RSS എന്ന് പറയുന്നത് എല്ലാ വർഷവും ഇതുപോലെ ക്യാമ്പുകളെ കോളേജ് ഗ്രൗണ്ടുകളിൽ നടത്താറുള്ളതാണ്. മഹാത്മാഗാന്ധി കോളേജ് ഗ്രൗണ്ടിലും എല്ലാം നടത്താറുള്ളതാണ്. അതിന് SFI പ്രതിരോധിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇത് SFIയുടെ AKG സെൻ്ററല്ല. അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ ക്ഷേത്രമുറ്റങ്ങളല്ല. അവിടെയൊക്കെ RSSനെ നിരോധിച്ചിട്ടുണ്ട് നിങ്ങൾ. അതുകൊണ്ട് RSS ഇല്ലാതാവുകയൊന്നുമില്ല. ഇങ്ങനെയുള്ള ഗ്രൗണ്ടുകളിൽ അവർ നടത്തുക തന്നെ ചെയ്യും. അവരെ അക്രമം കാണിക്കാൻ വേണ്ടിയല്ല, രാജ്യത്തുള്ള ജനങ്ങളെ നിങ്ങളെപ്പോലുള്ള ദേശദ്രോഹികളാക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അത് ആവശ്യമാണ് നാളത്തെ തലമുറയ്ക്ക്. ഇതൊരു ദേശമല്ല, കട്ട് ഇൻ ദ സൗത്ത്, കട്ട് തമിഴ്നാട് എന്നൊക്കെ പറഞ്ഞിട്ട് ശിഥിലമായിട്ടുള്ള
രാജ്യത്തെ ശിഥിലമാക്കാനുള്ള തന്ത്രങ്ങൾ മെനയുമ്പോൾ ഒന്നിച്ചു നിർത്താനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ ചിലർക്ക് സ്വാശയപരമായ സ്വാതന്ത്ര്യമുണ്ട്. അത് നടപ്പാക്കുന്ന സംഘടനയാണ്. ഇന്ത്യയെ ഒന്നിച്ചു നിർത്താൻ വേണ്ടി വിഘടിപ്പിക്കാൻ ശ്രമിക്കുന്ന, അരാജകത്വം വളർത്താൻ ശ്രമിക്കുന്ന നിങ്ങളിൽ നിന്ന് ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പ്രത്യയശാസ്ത്രങ്ങളും വേണ്ടിവരും. അതിനു വേണ്ടിയിട്ടുള്ള ക്യാമ്പുകളാണ് അവർ നടത്തുന്നത്. ദേശീയ ഐക്യം ഇപ്പോൾ തന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, സർസംഘചാലക് പറഞ്ഞിരിക്കുന്നത്, ഒരു ക്ഷേത്രം ഒരു ശ്മശാനം ഹിന്ദു മതത്തിലെ എല്ലാ ജാതിക്കാർക്കും. അതായത് നമ്മുടെ SNDP യോഗം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ പോലെ നായർ മുതൽ നമ്പൂതിരി മുതൽ നായാടി വരെ, അല്ല നേരെ തിരിച്ചാണെന്ന് പറയട്ടെ, നായാടിയാണ് ആദ്യം കരുത്തേണ്ടത്. നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള എല്ലാവർക്കും വേണ്ടി ഒരു ശ്മശാനം മാത്രം. അവിടെ തന്നെ നിങ്ങൾ സംസ്കാരം നടത്തണം. ഒരമ്പലത്തിൽ പോയി എല്ലാവരും തൊഴുക. അതാണ് യഥാർത്ഥ നവോത്ഥാനം. അല്ല നിങ്ങളുടെ കപട നവോത്ഥാനമല്ല. ഹിന്ദു മതത്തെ തകർക്കാൻ വേണ്ടിയുള്ള നവോത്ഥാനങ്ങളുണ്ടല്ലോ, നവോത്ഥാന തന്ത്രങ്ങളും മന്ത്രങ്ങളും കുതന്ത്രങ്ങളും. അതല്ല ഇത്. ആ ഒരു നവോത്ഥാനത്തിലേക്ക് ഹിന്ദുമതം പോവുകയാണ്. ഹിന്ദുമതം അങ്ങനെ ശിഥിലവും ജഡിലവും ഇരുണ്ട നൂറ്റാണ്ടുകളിൽ ആവിഷ്കരിച്ചതുമായിട്ടുള്ള തന്ത്രങ്ങളുമായിട്ട് 21, 22 നൂറ്റാണ്ടുകളിലേക്ക് മാറാൻ ശ്രമിക്കുന്ന ഒന്നല്ല ഹിന്ദുമതം. പരിഷ്കരിച്ച് അതിൽ ഉണ്ടായിട്ടുള്ള അശുദ്ധി ഇല്ലാതാക്കി മുന്നോട്ട് കൊണ്ടുപോവുക. ആ പാഠങ്ങളാണ് RSS പഠിപ്പിക്കുന്നത്. ഈ RSSൻ്റെ സർസംഘചാലകാണ് പറഞ്ഞത് ഈ നവോത്ഥാനത്തിൻ്റെ സന്ദേശം നൽകിയത്. ആ നവോത്ഥാന പാതയിലൂടെ മതത്തെ പരിഷ്കരിച്ചുകൊണ്ട് മതത്തിൻ്റെ ദുരാചാരങ്ങളെ വെച്ച് സംരക്ഷിക്കുകയല്ല മറ്റു മതങ്ങളെ പോലെ, അവയെ തൂത്തെറിഞ്ഞുകൊണ്ട് പരിഷ്കരിച്ച് നവോത്ഥാനത്തിൻ്റെ മൂശയിലൂടെ ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോവുക, വികസനത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് കൊണ്ടുപോവുക. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറിയ സംഭവങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാക്കുന്നുണ്ട്. പക്ഷേ ഈ അധ്യാപകന്റെ കൈവെട്ടിയ സംഭവം, അതോടൊപ്പം തന്നെ പാലയിൽ ഈ നാർക്കോട്ടിക് ജിഹാദുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഉണ്ടായപ്പോൾ ആ ബിഷപ്പ് ഹൗസിലേക്ക് നടത്തിയ മാർച്ചൊന്നും എന്തായിരിക്കും ഈ ജമാഅത്തെ ഇസ്ലാമി ചാനൽ വലിയ രീതിയിൽ ചർച്ചയാക്കാത്തത്? അതെ, അവരെ സപ്പോർട്ട് ചെയ്യാനും കുറേ ആൾക്കാരുണ്ടല്ലോ, കുറേ CPMകാരും ഒക്കെ ഉണ്ടല്ലോ. 2047 അത് അവരെ കേരളത്തെ ഒരു ഇസ്ലാമിക ദേശമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് VS അച്യുതാനന്ദൻ തുറന്നു പറഞ്ഞെങ്കിലും മറ്റാരും അതിനെ പിന്തുണയ്ക്കുന്നില്ല. VSന് പിന്തുണ ഒരു കയ്യടിയും കിട്ടിയില്ല CPMൽ നിന്ന് തന്നെ. ആ സത്യം അദ്ദേഹം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ശത്രുവായി പ്രഖ്യാപിക്കപ്പെട്ടു. ഇവർക്കാർക്കും അദ്ദേഹത്തെ ഒന്നും ചുക്കും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വേറെ ഒരു കാര്യം. പക്ഷേ ഇത് ശരിക്കും അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഹിന്ദു മതത്തെ 56 ജാതികളായിട്ട് അങ്ങ് വിഭജിച്ച് അതിൻ്റെ ശക്തി കുറയ്ക്കുക, അതുവഴി BJPയെ അങ്ങ് ഇല്ലാതാക്കി കളയാം, ഉരുത്തിക്കളയാം എന്നുള്ളൊരു വിചാരമാണ് ഇവരെ ഭരിക്കുന്നത്. അതാണ് നിസ്സാര കാര്യം. ഒരു വളരെ ലോക്കൽ ന്യൂസായിട്ടുള്ള ഒന്ന്, അവിടെ ക്യാമ്പ് നടത്തുന്നു, RSS ക്യാമ്പ് നടത്തുന്നു. അതാക്കി കൊച്ചനെ പിച്ചി, കൊച്ചനെ നുള്ളി. ഇവിടെ എന്തെങ്കിലും സംഘടന ഉണ്ടായോ? ഇപ്പോൾ ശരി, ഓക്കെ, മാറിവാനിയസ് കോളേജ് അതോറിറ്റിയുമായിട്ട് ഒരു സംഘർഷം ഉണ്ടായ വാർത്തയാണ്. അവിടെ ക്യാമ്പ് നടത്തുന്നു, അവിടെ ക്യാമ്പ് നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വാഗമണ്ണിലൊക്കെ ക്യാമ്പ് നടത്താൻ അവകാശമുണ്ട്, നിങ്ങൾക്കിതൊന്നും. ഞങ്ങൾക്ക് പാലക്കാട്ടം മലകളിൽ പോയിട്ട് ശരീരത്ത് കോടതി നടത്തി ആളുകളെ ശിക്ഷിക്കാനും ഒക്കെ അവകാശമുണ്ട്. പക്ഷേ നിങ്ങളിവിടെ ക്യാമ്പ് നടത്തിക്കൂടാ. പണ്ട് കാട്ടിൽ വലിയ ക്ഷാമം ഉണ്ടായപ്പോൾ എല്ലാവരുടെയും സഭ കൂടി. സിംഹം പറഞ്ഞു, പുലി പറഞ്ഞു, ഞങ്ങൾ മൃഗങ്ങളെയൊക്കെ അടിച്ചു കൊന്ന് ഞങ്ങൾ കാശാപ്പ് ചെയ്ത് കൊല്ലും. അപ്പോൾ അവസാനം ഒരു കഴുത പറഞ്ഞു, അതിന് എന്തെങ്കിലും പറയണം, ഞാൻ കുറച്ച് ഉണക്കപ്പുല്ല് തിന്നായിരുന്നു വിശന്നപ്പോൾ. അങ്ങനെ തിന്നു, അതുകൊണ്ടാണ് ഈ കാടിന് കുഴപ്പമില്ല ഉണ്ടാകും, അവനെ കൊല്ല് എന്ന് പറഞ്ഞ എല്ലാ മൃഗങ്ങളും കൂടി ആ കഴുതയെ അടിച്ചാൽ കൊന്നു എന്ന് പറയുന്ന പോലെ RSS ഇവിടെ ക്യാമ്പ് നടത്തി. അപ്പോൾ അതുകൊണ്ട് അതിനെ ഇല്ലാതാക്കണം. മറ്റിടത്തൊക്കെ ഈ 51 വെട്ടുന്നതും ക്ലാസ് മുറി കയറി കൊല്ലുന്നതൊന്നും, അതുപോലെ പാവപ്പെട്ട ഒരു പത്രപ്രവർത്തകനെ അവിടെ ഇട്ട് കഴുത്തറുത്ത് കൊല്ലുന്നു ഒന്നും ഒരു തെറ്റല്ല. ക്യാമ്പില്ലാത്ത താഴ്വരകളിൽ ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ, 90 ലക്ഷമാണെന്ന് തോന്നുന്നു ഹിന്ദുക്കളെ കൊന്നൊടുക്കുന്നതും ബംഗ്ലാദേശിലിട്ട് കൊല്ലുന്നതും ഒന്നും ഇവർക്ക് വാർത്തയല്ല. ബംഗാളിലുണ്ടല്ലോ, ബംഗാളിൽ മുർഷിദാബാദിലിട്ട് കൊട്ടു. SFI അറിഞ്ഞില്ലെന്ന് തോന്നുന്നല്ലേ ഈ സ്വന്തം സഖാക്കളെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരെല്ലാം കൊലപ്പെടുത്തിയിട്ടുണ്ടല്ലോ ബംഗാളിൽ കലാപവുമായി ബന്ധപ്പെട്ട്. അവരതങ്ങ് സഹിക്കും. ബംഗ്ലാദേശില് ക്രിസ്ത്യാനികളെയും കൊല്ലുന്നുണ്ട്. ചിലർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. ജബൽപൂരിൽ ഇവരെ സംശയം തോന്നി ആൾക്കാർ കൂടിയപ്പോൾ അത് വലിയ പ്രശ്നമാണ്. അതിനെയൊക്കെ അങ്ങ് പർവ്വതീകരിച്ച് കാണുകയും ബംഗ്ലാദേശിൽ കൊല്ലപ്പെടുമ്പോൾ പാകിസ്ഥാനിൻ്റെ പാവപ്പെട്ട സ്ത്രീ, തലയ്ക്ക് സുഖമില്ലാത്ത ഒരു സ്ത്രീയെ തല്ലിക്കൊന്നു, അവർ പരിശുദ്ധ ഖുറാനെ അപമാനിച്ചു. ഇവിടെ ഒന്നും വലിയ ഇഷ്യൂ ആയിട്ട് കണ്ടു. എത്ര പള്ളികളാണ് ബംഗ്ലാദേശിൽ തകർത്തത്? പാകിസ്ഥാനിൽ എത്ര എണ്ണം തകർക്കുന്നു? പ്രശ്നമില്ല. തന്നെയാണോ തുർക്കി എന്ന് പറയുന്ന രാജ്യം, ടർക്കി ഇപ്പോൾ അത് മധ്യസ്ഥമായിട്ട് നിന്നുകൊണ്ട് അസർബൈജാനെയും ആർമേനിയയും രണ്ടാക്കിയപ്പോൾ എന്ത് ചെയ്തു? അസർബൈജാന് അതിൻ്റെ ഫലഭൂയിഷ്ടവും അതുപോലെ തന്നെ ചരിത്രപ്രധാനമായ സ്ഥലങ്ങൾ മുഴുവൻ അങ്ങ് കൊടുത്തു.
ടർക്കിയാണ് ചെയ്തത്. ആർമേനിയ എന്ന് വന്ന രാജ്യത്തെ ശുഷ്കമാക്കി, ഒന്നുമില്ലാത്തതാക്കി. അതും ആരും കാണുന്നില്ല. സാന്താ സോഫിയ പള്ളിയുണ്ടല്ലോ, ക്രിസ്ത്യൻ പള്ളി, അത് മാറ്റിയത് ആർക്കും പ്രശ്നമൊന്നുമില്ല. അതെല്ലാം നമ്മൾ ഫോർഗീവ് അതെല്ലാം നമ്മളങ്ങ് ക്ഷമിച്ചേക്ക്. ജബൽപൂരിലെ ആട് കൂടി അത് പാടില്ല. അത് വലിയൊരു തെറ്റാണ്. എന്ന് പറയുന്ന പോലെയാണ് RSS ഇവിടെ ക്യാമ്പ് നടത്താൻ പാടില്ല. ക്യാമ്പ് നടത്തിയ കുറ്റം. ഒരു സംഘർഷം ഉണ്ടായില്ലെങ്കിൽ RSSനെ ഈ രാജ്യത്തു നിന്ന് അങ്ങ് പറഞ്ഞു വിടും നിങ്ങൾ. അതാണ് ചെയ്യേണ്ടത്. RSSകാരെ പറഞ്ഞുവിടെ, നിരോധിക്കല്ലെങ്കിൽ ഇല്ലാതാക്ക്. ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.